പ്രിയമുള്ള മക്കളെ, എല്ലാവർക്കും ബിനൂസ് അക്കാദമിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് നല്ലവണ്ണം കേൾക്കുക. കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുതിയ ക്ലാസ്സുകളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് മറന്നു പോകരുത്, ബെല്ലൈക്കൺ അമർത്തി വിട്ടേക്കണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലുള്ള രണ്ടാമത്തെ യൂണിറ്റാണ്. വിങ്സ് ഓഫ് ഹോപ്പ് എന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് 3 പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ആ 3 പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നോടിയായിട്ട് വിങ്സ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന ആ തലവാചകത്തിൻ്റെ കീഴെ നിങ്ങൾക്ക് 2 സെൻറ്റൻസ്, ഹോപ്പ് എന്താണ് എന്ന് കാണിക്കുന്ന 2 സെൻറ്റൻസ് നമുക്ക് കാണാൻ പറ്റും. അതൊരു കോട്ടിംഗ് ആണ്, ഒരു ഡെഫിനിഷനാണ്. വിങ്സ് ഓഫ് ഹോപ്പ് നിങ്ങൾക്കറിയാം, പ്രതീക്ഷയുടെ ചിറകുകൾ എന്നാണ് ഈ പാഠഭാഗത്തിന് കൊടുത്ത ടൈറ്റിൽ. ഹോപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സോറൻ കീർക്കെഗാർഡ് എന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഹോപ്പിനോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയുന്ന ഭാഗമാണ് ഈ 2 സെൻറ്റൻസുകൾ. അദ്ദേഹം പറയുന്നു, ഹോപ്പ് ഈസ് ദ പാഷൻ ഫോർ വാട്ട് ഈസ് പോസിബിൾ. എന്താണോ നമുക്ക് സാധ്യമാകുമെന്ന് തോന്നുന്നത്, അതിനോടുള്ള സാധ്യമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അതിനോടുള്ള അതിയായ ആഗ്രഹത്തെയാണ് നമ്മൾ ഹോപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും നമുക്കത് ഭാവിയിൽ എപ്പോഴെങ്കിലും ഇത് സാധ്യമാകുമെന്ന് നമ്മളെപ്പോഴും വിചാരിച്ചുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോപ്പ് എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാമതൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, കോൺഫിഡൻസ് ഈസ് ദ പ്രസൻറ്റ് ടെൻസ് ഓഫ് ഹോപ്പ്. ഹോപ്പിൻ്റെ വർത്തമാനകാലത്തുള്ള രൂപമാണ് കോൺഫിഡൻസ്. കാരണം നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും സാധ്യമാകുമെന്ന് നമുക്ക് ആഗ്രഹിക്കണമെങ്കിൽ നമുക്ക് വർത്തമാനകാലത്ത് അതിനോട് നമുക്ക് നല്ലവണ്ണം ആത്മവിശ്വാസം ഉണ്ടാകണമല്ലോ. അപ്പോൾ ആ ആത്മവിശ്വാസത്തെയാണ് ഹോപ്പിൻ്റെ പ്രസൻറ്റ് ഫോമായിട്ട് അദ്ദേഹം കാണുന്നത്. ഹോപ്പ് എപ്പോഴും ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഭാവിയിലേക്കാണ് നമ്മൾ പ്രതീക്ഷ നീട്ടുക. പക്ഷെ അതിൻ്റെ ഒരു വർത്തമാനകാല രൂപം മാത്രമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ ഓർത്തു വെക്കുക. സോറൻ കീർക്കെഗാർഡ് പറഞ്ഞ അഭിപ്രായങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ള 3 പ്രധാന പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഒരു കവിതയാണ്. എമിലി ഡിക്കിൻസൺ എഴുതിയ ഒരു പോം, ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു പോം. സെക്കൻഡ് വൺ, ജെറോം എഴുതിയിരിക്കുന്ന എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന ടൈറ്റിലോട് കൂടിയിരിക്കുന്ന ഒരു അനക്ഡോട്ട്. മൂന്നാമത്, ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്ന പേരുള്ള ഒരു മെമ്മോ. മലാല യൂസഫായി, ക്രിസ്റ്റീന ലാം എന്നിവർ എഴുതിയിരിക്കുന്ന ഒരു മെമ്മോ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം 1ാമത്തെ പാഠം, അതായത് എമിലി ഡിക്കിൻസൺ എഴുതിയ പോം ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്, ആ പാഠത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ആ പാഠഭാഗത്തിലേക്ക് പൂർണ്ണമായിട്ടും കടക്കില്ല. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആമുഖം നമുക്ക് ഒന്ന് നോക്കാം. പോം ഇതാണ്, ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ബൈ എമിലി ഡിക്കിൻസൺ. 3 സ്റ്റാൻസാസ് ഉള്ള 4 ലൈൻ വീതമുള്ള 3 സ്റ്റാൻസാസ് ഉള്ള ഒരു കുഞ്ഞു പോമാണ്. പക്ഷേ വളരെ മനോഹരമാണ്. നമ്മൾ ആദ്യം ഈ ലൈനുകൾക്ക് ഉള്ളിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് ഈ പോം എഴുതിയിരിക്കുന്ന എമിലി ഡിക്കിൻസൺ എന്ന എഴുത്തുകാരിയെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. അതിനുശേഷം നമ്മൾ പോത്തിൻ്റെ ഓരോ സ്റ്റാൻസിലേക്ക് നമ്മൾ കടക്കും. നമ്മൾ ആദ്യം പോകുന്നത് എമിലി ഡിക്കിൻസൺ എന്ന് പറയുന്ന എഴുത്തുകാരിയെ ഒന്ന് പരിചയപ്പെടാനാണ്. ആരാണ് എമിലി ഡിക്കിൻസൺ, എപ്പോൾ ജനിച്ചു, എവിടെ ജനിച്ചു, എന്തൊക്കെയാണ് അവർ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട കവിതകൾ, എത്ര എണ്ണം എഴുതി, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് എങ്ങോട്ട് വരും, ഈ പോത്തിൻ്റെ ലൈൻസിലേക്ക് വരും. ആദ്യം നമ്മൾ പോകുന്നത് എമിലി ഡിക്കിൻസൺ എന്ന് പറയുന്ന എഴുത്തുകാരിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പരിശോധിക്കാനാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്.
എബൌട്ട് ദ പോയറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആരാണ് എമിലി ഡിക്കിൻസൺ? എമിലി ഡിക്കിൻസൺ 1830 to 1886, ജനിച്ച വർഷം മരിച്ച വർഷം രണ്ടും കൊടുത്തിട്ടുണ്ട്. വാസ് ആൻ അമേരിക്കൻ പോയറ്റ് വിത്ത് എ യുണീക്ക് ആൻഡ് ഇന്നോവേറ്റീവ് സ്റ്റൈൽ. ബോൺ ഇൻ Massachusetts, she lived much of her life in seclusion. Dickinson wrote nearly 1,800 poems, of which only a few were published in her lifetime. Her poems explore the themes of death, immortality, nature, and human nature. Her most famous poems include Because I Could Not Stop for Death, I Heard a Fly Buzz When I Died, and Success Is Counted Sweetest. ഓക്കെ, നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാം. എമിലി ഡിക്കിൻസൺ ജനിച്ച വർഷം 1830, മരിച്ച വർഷം 1886. 1830 ജനിക്കുകയും 1886 മരണമടയുകയും ചെയ്ത വാസ് ആൻ അമേരിക്കൻ പോയറ്റ്, ഒരു അമേരിക്കൻ പോയറ്റായിരുന്നു എമിലി ഡിക്കിൻസൺ. വളരെ ഫേമസ് ആയൊരു കവയിത്രിയാണ്. എമിലി ഡിക്കിൻസൺ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ് പിന്നെ പറയുന്നത്. ഏത് തരത്തിലുള്ള റൈറ്റിംഗ് സ്റ്റൈലാണ് ഈ എമിലി ഡിക്കിൻസൺ ഫോളോ ചെയ്തതെന്ന് പറയുന്നു. എ യുണീക്ക് ആൻഡ് ഇന്നൊവേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നുണ്ട്. യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുല്യമായതെന്നർത്ഥം. അതായത് തൻ്റെ എഴുത്ത് ശൈലിയോട് മറ്റൊരാളുടെ എഴുത്ത് ശൈലിക്കും ബന്ധമില്ല. തൻ്റേതായിരിക്കുന്ന വളരെ തനതായിരിക്കുന്ന ഉള്ള ഒരു എഴുത്തു രീതി ഫോളോ ചെയ്ത ഒരു എഴുത്തുകാരിയാണ് എമിലി ഡിക്കിൻസൺ. ഓക്കെ, അതേപോലെ തന്നെ ഇന്നോവേറ്റീവ് സ്റ്റൈലാണ്. ഇന്നോവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഇല്ലാതിരുന്ന തരത്തിലുള്ള ഒരു എഴുത്തു ശൈലി, പുതുമയുള്ളത് എന്നാണ് ഇന്നോവേറ്റീവിൻ്റെ അർത്ഥം. അതായത് മറ്റ് ഒരു എഴുത്തുകാർ എഴുതിയ പോലെയുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലിൽ ഒന്നുമല്ല എഴുതിയത്. തൻ്റേതായിരിക്കുന്ന ഒരു പ്രത്യേക രീതി എഴുത്തിൽ പിന്തുടർന്നു പോയ ഒരു കവയിത്രിയായിരുന്നു എമിലി ഡിക്കിൻസൺ. അപ്പോൾ അമേരിക്കക്കാരിയാണെന്ന് മനസ്സിലായി. എഴുത്ത് രീതി യുണീക്കാണ്, ഇന്നൊവേറ്റീവാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഈ അമേരിക്കയിൽ എവിടെയാണ് ജനിച്ചതെന്ന് പറയുന്നുണ്ട്. ബോൺ ഇൻ മസാച്യുസെറ്റ്സ്. ഇത് അമേരിക്കയിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ്. ഈ സ്ഥലപ്പേര് ഓർത്തു വെക്കുക. അമേരിക്കയിലാണ്. അമേരിക്കയിലുള്ള മസാച്യുസെറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് എന്നുകൂടെ ഓർത്തു വെക്കുക. ഇനി അവളുടെ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അവൾ ജീവിച്ചിരുന്ന സമയത്ത് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയുകയാണ്. പിന്നെ ലിവ്ഡ് മച്ച് ഓഫ് ഹർ ലൈഫ് ഇൻ സെക്ലൂഷൻ. ഓക്കെ, ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും അവൾ ജീവിച്ചത് സെക്ലൂഷൻ മീൻസ് ഏകാന്തത, ഒറ്റപ്പെട്ട ജീവിതം. ആരോടും സൗഹൃദങ്ങളൊന്നുമില്ലാതെ ഏകമായി ഒറ്റയ്ക്ക് ഉള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അവൾ, അല്ലെങ്കിൽ ജീവിത രീതിയാണ് എമിലി ഡിക്കിൻസൺ ഫോളോ ചെയ്തത്. ജനിച്ച സ്ഥലം മസാച്യുസെറ്റ്സ്. ലൈഫ് സെക്ലൂഷനിലായിരുന്നു, എലോണായിരുന്നു, ഏകാന്ത ജീവിതമായിരുന്നു. ഇനി പറയുന്നത് ഡിക്കിൻസൺ ജീവിച്ചിരുന്ന സമയത്ത് എത്രമാത്രം കവിതകൾ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഡിക്കിൻസൺ റോട്ട് നിയർലി 1,800 poems. 1800ഓളം കവിതകൾ എഴുതി. വലിയ നമ്പറോളം കവിതകൾ എഴുതി. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓഫ് വിച്ച് ഓൺലി എ ഫ്യൂ വെയർ പബ്ലിഷ്ഡ് ഇൻ ഹർ ലൈഫ് ടൈം. പക്ഷേ 1800ഓളം കവിതകളൊന്നും എമിലി ഡിക്കിൻസൺ ജീവിച്ചിരുന്ന സമയത്ത് പുറം ലോകം കണ്ടില്ല എന്നുള്ളതാണ്. അതിൽ കുറച്ച് കവിതകൾ മാത്രമേ അവൾ ജീവിച്ചിരുന്ന സമയത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം തൻ്റെ മിക്ക കവിതകൾ മറ്റുള്ളവർ കാണാതെ, ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എമിലി ഡിക്കിൻസൺ. അതുകൊണ്ട് മരണശേഷമാണ് ഈ കവിതകൾ പലതും കണ്ട് എടുക്കുകയും പിന്നീട് എമിലി ഡിക്കിൻസൻ്റെ കവിതകളായിട്ട് ലോകമറിയുന്നതും അവരുടെ മരണശേഷമാണ്. ജീവിച്ചിരുന്ന സമയത്ത് വളരെ കുറച്ച് പോംസ് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ദെൻ ഹർ പോംസ് എക്സ്പ്ലോർ ദ തീംസ് ഓഫ് ഡെത്ത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എമിലി ഡിക്കിൻസൻ്റെ കവിതകളിൽ കാണുന്ന തീമുകൾ എന്തൊക്കെയാണെന്നാണ്.
ഏതൊക്കെ തരത്തിലുള്ള തീമുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്, വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എമിലി ഡിക്കിൻസൺ കവിതകൾ എഴുതിയിരുന്നത് എന്ന് പറയുന്നു. പ്രധാന തീമെന്ന് പറയുന്നത്, എമിലി ഡിക്കിൻസൺ ഇഷ്ടപ്പെട്ട തീമുകൾ, കവിതയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത വിഷയങ്ങളെന്ന് പറയുന്നത് ഡെത്ത്, ഇമ്മോർട്ടാലിറ്റി, നാച്ചോ ആൻഡ് ഹ്യൂമൻ നാച്ചോ. മരണത്തെക്കുറിച്ച്, ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയാണ്, അതായത് അനശ്വരത എന്ന് പറയും. ഇമ്മോർട്ടാലിറ്റിയെക്കുറിച്ചിട്ട്, നാച്ചുറിനെ കുറിച്ചിട്ട്, പ്രകൃതിയെക്കുറിച്ചിട്ട്, അതേപോലെ ഹ്യൂമൻ നാച്ചുറിനെ കുറിച്ചിട്ട്, മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ട്. ഈ പ്രധാനപ്പെട്ട 4 ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എമിലി ഡിക്കിൻസൺ എഴുതിയ 1800ഓളം കവിതകളിൽ മിക്കതും ഈ 4 വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മരണം, ഇമ്മോർട്ടാലിറ്റി, ഡെത്ത്, ഇമ്മോർട്ടാലിറ്റി, നാച്ചോ ആൻഡ് ഹ്യൂമൻ നാച്ചോ. ഓക്കെ, ഇനി എഴുതിയ കവിതകളിൽ വളരെ ഫേമസായ 2-3 എണ്ണം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഹെർ മോസ്റ്റ് ഫേമസ് പോംസ് ഇൻക്ലൂഡ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറയുന്ന ഒരു കവിത. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. രണ്ടാമത്തത് ഐ ഹേർഡ് എ ഫ്ലൈ ബസ് വെൻ ഐ ഡൈഡ്, സെക്കൻഡ് വൺ. മൂന്നാമത്തത് സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്നുള്ള 3ാമത്തെ കവിത. ഈ 3 എണ്ണം മാത്രമല്ല ഉള്ളതെന്ന് മനസ്സിലാക്കുക. കുറേ കവിതകളുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിൽ 3 പ്രധാനപ്പെട്ട കവിതകളെ തന്നു എന്ന് മാത്രം. അവൾ എഴുതിയതിൽ വളരെ പ്രസിദ്ധമായ 3 കവിതകൾ എടുത്തു കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എമിലി ഡിക്കിൻസൺ എന്ന് പറയുന്ന എഴുത്തുകാരിയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ജനിച്ച വർഷം 1830, മരണവർഷം 1886, 1830 ആൻഡ് 1886. ദെൻ അമേരിക്കൻ പോയറ്റ്. ദെൻ സ്റ്റൈൽ, യുണീക്ക് ആൻഡ് ഇന്നോവേറ്റീവ് സ്റ്റൈൽ. ദെൻ ജനിച്ച സ്ഥലം മസാച്യുസെറ്റ്സ്. ടോട്ടൽ എഴുതിയ കവിതകളുടെ എണ്ണം ഏകദേശം 1800, 1800 വരും. ജീവിതം ഒരു സെക്ലൂഷൻ ഉള്ളതായിരുന്നു, അതായത് ഏകാന്തമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് എന്നോർത്ത് വെക്കുക. ജീവിച്ചിരുന്ന സമയത്ത് വളരെ കുറച്ച് കവിതകളെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രധാനപ്പെട്ട കവിതയ്ക്ക് ഉപയോഗിച്ച തീമുകൾ, വിഷയങ്ങളെന്ന് പറയുന്നത് ഡെത്ത്, ഇമ്മോർട്ടാലിറ്റി, നാച്ചോ ആൻഡ് ഹ്യൂമൻ നാച്ചറാണ്. പ്രധാനപ്പെട്ട കവിതകൾ എന്ന് പറയുന്നത് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, ഐ ഹേർഡ് എ ഫ്ലൈ ബസ് വെൻ ഐ ഡൈഡ് ആൻഡ് സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്നീ കവിതകളാണ് പ്രധാനപ്പെട്ട കവിതകളായിട്ട് എടുത്തു പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ, ഇത്രയും മാത്രമേ ഞാനിന്ന് പറയുന്നുള്ളൂ ഈ ക്ലാസ് കൊണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ കവിതയുടെ ലൈനുകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്ത് ഇന്ന് നമ്മൾ കുറച്ച് പുതിയ വേർഡ്സുകൾ പഠിച്ചിട്ടുണ്ട്. നമ്മളറിയാതെ ഇതിൻ്റെ ഇടയിലൊക്കെ വന്നു പോയ കുറച്ച് വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് കൂടെ ഒന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ് ആ പുതിയ വേർഡുകളെന്ന് ഒന്ന് പരിചയപ്പെടാം. ഒന്ന് യുണീക്കാണ്. ഞാൻ പറഞ്ഞു, യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുല്യമായത് എന്നാണ് അർത്ഥം. അതായത് തുല്യത, മറ്റൊന്നിനോട് താരതമ്യം ചെയ്യാൻ കഴിയാത്ത, അതുല്യമായ എന്നാണ് യുണീക്കിൻ്റെ അർത്ഥം. സെക്കൻഡ് വേർഡ് ഇന്നോവേറ്റീവാണ്. ഇന്നോവേറ്റീവ് പുതുമയുള്ളത്, നൂതനമായത്, പുത്തനായത് എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് അതുവരെ ഇല്ലാത്ത ഒരു തരത്തിലുള്ള എഴുത്ത്, ഇന്നോവേറ്റീവ് എന്നാണ്. ദെൻ സെക്ലൂഷൻ, ഏകാന്തതയാണ്, ലോൺലിനെസ്സാണ്, ഒറ്റപ്പെട്ട എന്നൊക്കെ അർത്ഥം. ഓക്കെ, പിന്നെയുള്ളൊരു പുതിയ വേർഡ് എന്ന് പറയുന്നത് ഇമ്മോർട്ടാലിറ്റിയാണ്. അനശ്വരത എന്നാണ് മലയാളം. അനശ്വരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥ. ഓക്കെ, ഇത്രയും വേർഡുകളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പുതിയതായിട്ട് വന്നു ചേർന്ന പദങ്ങളായിട്ട് ഞാൻ കാണുന്നത്. ഈ വേർഡുകളും ഒന്ന് ഓർത്ത് പഠിക്കുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടി നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒറ്റ ഒരു സ്ലൈഡിലൂടെ നമുക്ക് കാണിക്കുകയാണെങ്കിൽ, കവിതയുടെ പേര് ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്നാണ്. എഴുതിയിരിക്കുന്നത് എമിലി ഡിക്കിൻസൺ ആണ്. ജനിച്ച വർഷം 1830, 1830. ദെൻ ഡൈഡ് ഇൻ 1886. പ്ലേസ് അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് ആണ് ജന്മസ്ഥലം. മസാച്യുസെറ്റ്സ്, അമേരിക്ക. സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് യുണീക്ക് ആൻഡ് ഇന്നോവേറ്റീവ് ആണ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് പോംസ് എഴുതിയത് നിയർലി 1800 ആണ്. കൃത്യമായിട്ട് പറയുന്നില്ല, ഏകദേശം എന്നേ പറയുന്നുള്ളൂ. പ്രധാനപ്പെട്ട തീമുകൾ എന്നുള്ളത് ഡെത്ത്,
മരണം, ഇമോർട്ടാലിറ്റി, അനശ്വരത, നാച്ചർ, പ്രകൃതി ആൻഡ് ഹ്യൂമൻ നാച്ചർ, മനുഷ്യൻ്റെ സ്വഭാവം അല്ലെങ്കിൽ മനുഷ്യപ്രകൃതി ഒക്കെയാണ് തീമായിട്ട് പറയുന്നത്. ഫേമസ് പോംസ് എന്ന് പറയുന്നത് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, പ്രധാനപ്പെട്ടത്. ദെൻ ഐ ഹേർഡ് എ ഫ്ലൈ ബസ് വെൻ ഐ ഡൈഡ്, രണ്ടാമത്തത്. മൂന്നാമത്തത് സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്നുള്ള മൂന്നാമത്തെ പോം. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പഠിച്ച കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക. ഇത്രയും കാര്യങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക, മനസ്സിലാക്കി പഠിക്കുക, മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.